ടെറസിലെ ഒരു ചെടിച്ചട്ടിയിൽ വളർത്തുന്ന മധുരക്കിഴങ്ങ് വള്ളിയിൽ നിന്ന് ഒരു ശിഖരം തൊട്ടടുത്തൊരു ബക്കറ്റിലേക്ക് നട്ടതാണ്. ആദ്യം നല്ലോണം വാടിപ്പോയി. കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാ ഇലകളും നല്ല ഉഷാറായി. ഒരു ഇല ഏറ്റവും താഴത്തെ മാത്രം കുറച്ച് മോശമുണ്ട്. പക്ഷെ അത് മോശമാണോയെന്ന് പറയാൻ പറ്റില്ല. മണ്ണിൽ മുട്ടിയിട്ടുള്ള ഇലയാണ്. ചെരിഞ്ഞെടുക്കണോണ്ട് അങ്ങനെ കാണണമെന്നൊന്നും അറിയില്ല. എന്തായാലും ബാക്കിയുള്ള ഇലകളും തളിരും ഒക്കെ നല്ല സ്മാർട്ടായി. അപ്പോൾ ആദ്യത്തെ ഒരു ചെടിയിൽ നിന്ന് ഇപ്പോൾ 2 ചെടികളായി. ആകെ പ്രശ്നം ഇവിടെ പടർത്താനുള്ള സ്ഥലമില്ല. ടെറസിൻ്റെ മുകളിലേക്ക് പടർത്തിയാൽ ആകെ കുഞ്ഞു ടെറസാണ്, അവിടെ നടക്കാൻ പറ്റില്ല. പിന്നെ ഇതാ ഇപ്പോൾ ചെയ്ത് കണ്ടില്ലേ, പൈപ്പ് വെച്ച് കൊടുക്കണത്. പഴയ വയറിങ് പൈപ്പൊക്കെ എടുത്തിട്ട് അത് വെച്ച് കൊടുക്കുകയാണ്. മുകളിലേക്ക് പടരട്ടെ എന്ന് വിചാരിച്ചിട്ട്. തൊട്ടപ്പുറത്ത് കുറച്ച് പയർ ചെടിയും കൂടെ വന്നപ്പോൾ നീളം കൂടുതലുള്ള പൈപ്പ് ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റി കൊടുത്തു. കാരണം പയർ ചെടിയാണ് കൂടുതൽ പടരുക. മധുരക്കിഴങ്ങ് മുകളിലോട്ട് പടരുമെങ്കിലും കുറവായിരിക്കും. കാരണം മധുരക്കിഴങ്ങിന് നിലത്ത് പടർന്നിട്ടാണ് ശീലം. പടരുന്നിടത്തൊക്കെ വേര് പിടിക്കും. അതുകൊണ്ടാണ് ശീലം മുറിച്ച് നട്ടപ്പോൾ പെട്ടെന്ന് വേര് പിടിച്ചത്. കാരണം വെറുതെ മണ്ണിൽ കൂടെ ഒന്ന് പോയാൽ മതി, അവിടെ വേര് പിടിക്കും. പക്ഷേ ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം കഴിഞ്ഞ തവണ പല ചെടിച്ചട്ടിലേക്ക് ഇങ്ങനെ വേര് പിടിച്ച് വന്നതിന് ഒന്നും കിഴങ്ങുണ്ടായില്ല. കുത്തനെ പോയതിനാണ് കുറച്ച് കിഴങ്ങുണ്ടായത്. പിന്നെ വായിച്ചു നോക്കിയപ്പോൾ അങ്ങനെ കണ്ടു. കൂടുതൽ സ്ഥലത്ത് വേരുണ്ടായ എല്ലാ സ്ഥലത്തും കുഞ്ഞു കിഴങ്ങുണ്ടാകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവണ കിഴങ്ങിനൊന്നും വലിപ്പമുണ്ടാവില്ല. അതേസമയത്ത് കുറവ് സ്ഥലത്ത് വേര് പിടിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഇലകളൊക്കെ കൂടി ഒരു കിഴങ്ങെങ്കിലും നല്ലതുണ്ടായി കിട്ടും. അങ്ങനെ എനിക്കുണ്ടായിരുന്നു. ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ ഒരു 20-25 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള നല്ല സൂപ്പർ കിഴങ്ങ്, നല്ല രുചിയായിരുന്നു.